എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു ഇസ്ലാമിക് ജിഹാദിയുടെ കരച്ചിലാണ് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇദ്ദേഹം വളരെ നാളുകളായി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇരുന്ന് നിരന്തരം കരയുകയാണ്. പലപ്പോഴും എനിക്ക് ഇദ്ദേഹത്തെ കണ്ട് സഹതാപം തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇദ്ദേഹം തലയ്ക്ക് എന്തോ സുഖമില്ലായ്മയുണ്ട് എന്ന് പറഞ്ഞാൽ തലയ്ക്ക് വട്ടുണ്ട് എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് വാസ്തവത്തിൽ തലയ്ക്ക് വെളിവില്ലായ്മയൊന്നുമില്ല, മറിച്ച് ഇസ്ലാമിക് മത തീവ്രവാദം തലയ്ക്ക് പിടിച്ചിട്ട് സമനില നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരനാണ് ഈ വ്യക്തി. മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ പേര് ഹസൻ കരുനാഗപ്പള്ളി. പലപ്പോഴും ഞാൻ ഈ ഹസൻജിയുടെ വീഡിയോകൾ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് ചെറുപ്പക്കാരനെ ഓർത്ത് വലിയ സഹതാപം തോന്നിയിട്ടുണ്ട്. കാരണം ഇദ്ദേഹം ഒരു മത തീവ്രവാദിയായി ഓരോ ദിവസവും ചിലതും മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ, ഇതിൻ്റെ വോയിസ് നിങ്ങളൊന്ന് കേൾപ്പിക്കാം. തീവ്രവാദി, ഭീകരവാദി, കൊടും ക്രിമിനൽ, യുദ്ധ കുറ്റവാളിയും ചൈൽഡ് കില്ലറുമൊക്കെയായ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തനിക്ക് ക്യാൻസർ ആയിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം സ്വയം വെളിപ്പെടുത്തി. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിതനായിരുന്ന താൻ. ഹസൻ പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ക്യാൻസറാണ്. ഇദ്ദേഹം അതിൽ വലിയ സന്തോഷവാനായി കാണുകയാണ്. കാരണം അദ്ദേഹം പറയുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭീകരവാദി, ഉഗ്രവാദി, ചൈൽഡ് കില്ലർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന് ക്യാൻസർ പിടിച്ചു. എന്നാൽ ഈ ഹസൻജിക്ക് തലയ്ക്ക് വട്ടാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഇദ്ദേഹം ചില നാളുകൾക്ക് മുമ്പ്, അതായത് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം വീഡിയോ ചെയ്തു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു. വാസ്തവത്തിൽ എനിക്ക് മനസ്സിലാകാത്തത്, തൻ്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അതായത് ഈ ചില ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരാഴ്ച 2 ആഴ്ച മുമ്പല്ലേ താങ്കൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു, ഇസ്രായേൽ ഈ ഇറാൻ്റെ ആക്രമണത്തിൽ ടെൽ അവീവിൽ മിസൈൽ വീണു, ഇദ്ദേഹം കൊല്ലപ്പെട്ടു. അപ്പോൾ അതിനുശേഷമുണ്ടായ വീഡിയോ എല്ലാം AI വീഡിയോയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വീഡിയോ ആണെന്ന് വീഡിയോ ചെയ്തയാളാണ് ഈ ഹസൻ. അതാ ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇസ്ലാമിക് മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച് തലയ്ക്ക് വട്ടായിപ്പോയ ഒരു ചെറുപ്പക്കാരനാണ്. ഇവനെയൊക്കെ വല്ല ഊളംപാറയിലും കൊണ്ട് വിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ഈ ചെറുപ്പക്കാരനെ കാണുമ്പോൾ വലിയ സഹതാപം തോന്നുന്നുണ്ട്. മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച് തലയ്ക്ക് ഭ്രാന്തായിപ്പോയ ഒരാളാണ്. ഇദ്ദേഹം പറയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് ക്യാൻസറാണ്. ഈ 2 ആഴ്ച മുമ്പാണ് ഇദ്ദേഹം പറഞ്ഞു ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു, ഇപ്പോൾ ഉള്ളത് ബെഞ്ചമിൻ നെതന്യാഹു അല്ല, AI നിർമ്മിത വീഡിയോ ആണെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഇനി ഈ ഹസൻ കോയ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ബാക്കി വാക്കുകളോടൊന്ന് കേൾക്കുക. ഇപ്പോൾ സുഖപ്പെട്ടുവെന്നും ആരോഗ്യവാനാണെന്നും ഇത്രയും കാലം തന്റെ രോഗവിവരം മറച്ചുവെച്ചത് ശത്രുക്കൾ അത് ദുരുപയോഗം ചെയ്തേക്കാമെന്ന ഭയം കൊണ്ടാണെന്നും അയാൾ തുറന്നു പറഞ്ഞു. എന്നാൽ നെതന്യാഹു ക്യാൻസർ ബാധിതനായിരുന്നു എന്ന വിവരം പുറത്തു വന്നതോടെ അയാളുടെ വലിയൊരു വിഭാഗം അനുയായികൾ വലിയ വിഷമത്തിലും നിരാശയിലും ഇപ്പോൾ പ്രാർത്ഥനയിലുമാണ്. കാരണം ഒരിക്കൽ ക്യാൻസർ വന്നത് ചികിത്സിച്ച് സുഖപ്പെട്ടാലും അതിൻ്റെ കോശങ്ങൾ വളരെ ചെറുതായതുകൊണ്ട്, നേർത്ത കോശങ്ങളായതുകൊണ്ട് വൈദ്യശാസ്ത്രത്തിൻ്റെ കണ്ണിൽപ്പെടാത്ത അത്തരം കോശങ്ങൾ വീണ്ടും തിരികെ വന്ന ഇദ്ദേഹം അങ്ങോട്ട് കത്തിച്ച് വിടുവാണ്. ഈ ഹസൻജിയോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ച് ഇത്രയും വ്യാകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് സിമ്പിളായിട്ടുള്ള 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിൽ ഇസ്രായേലിൽ നിന്ന് ഒരു സഹോദരി ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ഇസ്രായേലിലെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ സഹോദരിയോട് ചോദിച്ചാൽ മതി. ഞാൻ അവരോട് ചോദിച്ചു, ഇസ്രായേലിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവർ പറഞ്ഞു, ഞങ്ങൾ മലയാളിയാണ്, ഇസ്രായേലിൽ ജീവിക്കുന്നു, ഞങ്ങൾക്കിവിടെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചു, അവിടെ മിസൈൽ വല്ലതും വീഴുന്നുണ്ടോ? അവർ പറഞ്ഞത് ഇവിടെ മിസൈൽ വീണു, പക്ഷെ ഞങ്ങളതൊക്കെ ഒരു വലിയ ആഘോഷമായിട്ടാണ് കണ്ടത്.
അത് മാത്രമല്ല, ഇറാൻ്റെ മിസൈലൊക്കെ വരുമ്പോൾ ഇവിടുന്ന് അതിനെ തകർക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഇതിങ്ങനെ ആകാശത്ത് വെച്ച് ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ ഏതാണ്ട് കാഹളം മുഴങ്ങുന്ന പോലെയാണ് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് ഈ കാഹളം മുഴക്കം ഇല്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇറാൻ മിസൈൽ വിടാത്തത്, ഈ കാഹളങ്ങൾ കേട്ടിട്ട് എത്ര നാളായി എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു. വളരെ സന്തോഷവാന്മാരായിട്ടാണ് ഇസ്രായേലിലെ ജനങ്ങൾ താമസിക്കുന്നത്. പക്ഷേ ഈ ഹസൻജിയുടെ നേതാവ്, ഈ ആയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടിട്ട് എത്രയോ നാളായി. ഇദ്ദേഹത്തെ മണ്ണിൽ കുഴിച്ചിടാൻ പോലും സാധിക്കുന്നില്ല. എവിടെയെങ്കിലും ഫ്രീസറിലോ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പെട്ടിക്കകത്ത് അടച്ചു വെച്ചിരിക്കുകയാണ്. ചീഞ്ഞളിഞ്ഞ് പുഴുത്ത് നാറി എവിടെ ഇരിപ്പുണ്ടായിരിക്കും. പക്ഷേ ഈ ഹസൻ മനസ്സിലാക്കേണ്ടത്, അവരുടെ നേതാവ്, ഈ ഹസൻജിയുടെ നേതാവിനെ പെട്ടിയിലാക്കി അവിടെ വെച്ചേക്കാണ് വളരെ മാസങ്ങളായിട്ട്. അതിനെ കുഴിച്ചിടാൻ അതിനുള്ള ധൈര്യം പോലും ഇറാനിലുള്ള ഭരണകർത്താക്കൾക്കില്ല. കാരണം അതിനുള്ള ചങ്കൂറ്റം അവർക്കില്ല. ഇതാണ് അവസ്ഥ. പക്ഷേ ഈ ഹസനെ പോലെയുള്ള ആളുകൾ ഇസ്രായേലിനോടും ക്രൈസ്തവരോടും, ഇപ്പോൾ ഈ അടുത്ത നാളുകളിൽ ഹിന്ദുക്കളോടും അദ്ദേഹത്തിന് തീർത്താ തീരാത്ത പകയും വിദ്വേഷവും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഏതാണ്ട് 1000-ലധികം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ 1000-ലധികം വീഡിയോകൾ എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ അകത്ത് ക്രൈസ്തവർക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും അതോടൊപ്പം ഈ ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെയുമുള്ള വീഡിയോകളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കാരണം എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ, ഇവരുടെ മതവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ ന്യായീകരിക്കാൻ ഈ പുള്ളി രംഗത്ത് വരും. എന്നാൽ ഇവരുടെ ആളുകൾ കാണിക്കുന്ന ഈ തോന്നിവാസം അത് പുറത്തു കൊണ്ടുവരികയില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഷിയാസ് കരീം എന്ന് പറയുന്ന ഒരാൾ ഒരു സ്ത്രീയെ നിരന്തരമായി പീഡിപ്പിക്കുകയും 60 ലക്ഷം രൂപ കൈക്കലാക്കുകയും ചെയ്തു. അത് ഇവന്മാർ വീഡിയോ ചെയ്യില്ല. കോഴിക്കോടും തൃശ്ശൂരും മറ്റ് പ്രദേശങ്ങളിലെല്ലാം കഞ്ചാവും MDMA-യും അതുപോലുള്ള കള്ളക്കടത്ത് നടത്തി ഇവരുടെ ആളുകൾ പിടിക്കപ്പെട്ടാൽ അതും പുറത്തു മിണ്ടുകയില്ല. ലവ് ജിഹാദിൽ ഉൾപ്പെട്ട് അനേകം ക്രിസ്ത്യൻ കുട്ടികളെയും ഹിന്ദു കുട്ടികളെയും ഇവരുടെ മതവിഭാഗക്കാർ കൊന്നൊടുക്കിയാൽ അന്നേരം ഹസൻ്റെ വായിൽ പഴം കുത്തിക്കയറ്റി വെച്ചിരിക്കുകയായിരിക്കും. അന്നേരവും മിണ്ടുകയില്ല. അതുപോലെ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ബലാത്സംഗം, പിടിച്ചുപറി, മോഷണം, ഇതുപോലുള്ള ഭീകരവാദം ഒക്കെ നടത്തിയാലും ഹസൻജിയുടെ വായിൽ നാക്കില്ല. അതേസമയം ആഫ്രിക്കയിലോ ഇസ്രായേലിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരുത്തൻ്റെ ദേഹത്ത് ഒരു ഉറുമ്പ് കടിച്ചാൽ അന്നേരം അവൻ അതും പൊക്കി പിടിച്ചുകൊണ്ട് വരും. ദേണ്ടേ അവിടെ അത് ചെയ്തു, ദേണ്ട ഇവിടെ ഇത് ചെയ്തു, മറ്റത് ചെയ്തു, മറിച്ച് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇവന്മാർക്കൊക്കെ തലയ്ക്ക് വട്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം യാതൊരു വിവരമില്ല, വെളിവുമില്ല, സംസ്കാരമില്ലാത്ത കുറേ ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ പുള്ളി തന്നെയാണ് പറഞ്ഞത്, 2 ആഴ്ച മുമ്പ് പറഞ്ഞത് ഈ ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹം പറയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് ക്യാൻസറാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. വാസ്തവത്തിൽ ഇവരുടെ എല്ലാം തലയ്ക്കകത്ത് കടന്നുകൂടിയിരിക്കുന്നത് മതതീവ്രവാദമാണ്. ഈ ഹസനെ പോലെയുള്ള ഈ മതതീവ്രവാദ ചിന്താഗതിയുള്ള ആളുകൾ നിരന്തരം ഇരുന്നു കൊണ്ട് അവരുടെ സമൂഹത്തിൽപ്പെട്ട ആളുകളെ മതതീവ്രവാദത്തിലേക്കും അതോടൊപ്പം തന്നെ വർഗീയ വിദ്വേഷത്തിലേക്കും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉണ്ടാകാൻ വേണ്ടി ഭിന്നിപ്പുണ്ടാകാൻ വേണ്ടി ബോധപൂർവം ഇവന്മാർ വീട് ചെയ്യുക. അടിസ്ഥാനപരമായി ഇവർക്ക് രാജ്യത്തോടോ രാഷ്ട്രത്തോടോ യാതൊരു കൂറോ യാതൊരു സ്നേഹവും ഇല്ല. ഇവർക്ക് ഞമ്മൻ്റെ ആളുകൾ എവിടെയും വിരാജമാനായിട്ട് ജീവിക്കണം, ബലസി നടക്കണം, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഹസൻ വീഡിയോ ചെയ്തിട്ടില്ല. നിരന്തരം MDMA-യും കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പിടിക്കപ്പെടുന്ന ഇതും വീഡിയോയില്ല. നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ UP-യിലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു. വാസ്തവത്തിൽ ഇവരുടെ ഉള്ളിലൊക്കെ ഉള്ളത് തീവ്രവാദ മനോഭാവമാണ്. ഇവർക്കൊരു ചിന്തയുള്ളൂ,
എങ്ങനെയും ഇന്ത്യ ഒരു മുസ്ലിം ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണം, എന്നിട്ട് അവരുടെ ശരീഅത്ത് നിയമം ഇവിടെ കൊണ്ടുവരണം, എന്നിട്ട് മറ്റുള്ള മതങ്ങളെ അടിച്ചമർത്തി നിർബന്ധിത മതപരിവർത്തനം നടത്തി ഞങ്ങളുടെ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ കൂട്ടണം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ വിദ്വേഷ പരാമർശവും കാര്യങ്ങളുമാണ് ഇവർ മുമ്പോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും കണ്ടിട്ടുള്ള ഞാൻ പ്രതികരിക്കാനൊന്നും പോയിട്ടില്ല. കാരണം എനിക്ക് ഇദ്ദേഹത്തെ ഒരു കഴകത്തുള്ളവനായിട്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യഗൗരവം ഞാൻ കൊടുത്തില്ല. കാരണം ഈ ലോലിപ്പാപ്പ് എന്ന് പറയും, ഈ കോലി മിഠായി കിട്ടാത്ത ഈ കുട്ടികളെ പോലെ കിടന്ന് എനിക്ക് കോലി മിഠായി കിട്ടിയില്ല, എനിക്ക് നാരങ്ങ മിഠായി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്നിങ്ങനെ ഈ പറയുന്ന ചില കുട്ടികളുടെ ഒരു രൂപമാണ് എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കെതിരെ ഇങ്ങനെ 2-3 വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാനിതൊന്നും പ്രതികരിക്കാൻ പോകില്ല. കാരണം അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഞാനിത് ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു, ഇപ്പോൾ അദ്ദേഹമല്ല, അദ്ദേഹത്തിൻ്റെ പ്രേതമാണ്, അല്ലെങ്കിൽ AI നിർമ്മിത വീഡിയോകളാണ് പുറത്തു വരുന്നതെന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ട്, അതോ ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നും പറഞ്ഞ് ഇദ്ദേഹം ഒരു 10-25 വീഡിയോ ചെയ്തു. അതിനുശേഷം ഇന്ന് പറയുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ജീവിച്ചിരിക്കുന്നു, പുള്ളിക്ക് ക്യാൻസറാണ്. ചത്തുപോയ ആൾക്ക് പിന്നെ എങ്ങനെയാണ് സുഹൃത്തെ ക്യാൻസർ വരുന്നത്? വാസ്തവത്തിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചിട്ടില്ലെന്നും അദ്ദേഹം ജീവനോടെ ഉണ്ടെന്നും താങ്കൾക്കറിയാമായിരുന്നു. എന്നിട്ടും താങ്കളുടെ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ കയ്യടി നേടാനും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും വ്യൂവേഴ്സിനെ കൂട്ടാനും വേണ്ടി ബോധപൂർവം പച്ച നുണ, കല്ലുവെച്ച നുണ ഈ ചാനലിൽ ഇരുന്ന് പറയുക. സുഹൃത്തെ, എന്തെങ്കിലും ഒരു ഉളുപ്പും നാണവും വേണ്ടേ നിങ്ങൾക്കൊക്കെ? ഇത് കേൾക്കുന്നവർ പൊട്ടന്മാരല്ല എന്ന് മനസ്സിലാക്കണ്ടേ? സാമാന്യം തലയ്ക്കകത്തൊരു മൂള വേണ്ടേ ഈ പറയുമ്പോൾ? അല്ല, ഇതെന്ത് കേട്ടാലും വിശ്വസിക്കുന്ന ഇസ്ലാമിക് മതതീവ്രവാദികളെ പോലെയാണ് മറ്റുള്ളവർ എന്നാണോ താങ്കൾ ചിന്തിച്ചത്? അതുകൊണ്ട് ഇത്തരം ഈ നുണയും കെണിയും ഒക്കെ നിർത്ത് സുഹൃത്തെ. സത്യസന്ധമായ വാർത്തകൾ ചെയ്യും. ഇതേണ്ട ബെഞ്ചമിൻ നെതന്യാഹുവിന് ക്യാൻസറാണ്, ഇനി നാളെ പുള്ളി പറയും ബെഞ്ചമിൻ നെതന്യാഹു അതാണ്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ, ഇതുപോലെയുള്ളൊക്കെ ഈ ചെറുപ്പക്കാരൻ്റെയൊക്കെ ഈ തലയിൽ 10-30 വയസ്സൊക്കെ പ്രായം, 35 വയസ്സ് കൂടിപ്പോൾ എത്രയേ കാണുകയുള്ളൂ. ഈ 10-35 വയസ്സുള്ള ഈ ചെറുപ്പക്കാരനൊക്കെ ഇസ്ലാമിക് മതതീവ്രവാദം തലയ്ക്കകത്ത് അടിച്ചു കയറ്റി ലോകത്തിൽ വലിയൊരു അപകടകാരിയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്.